ഇവിടെ ഉണ്ട് അവിടെ അല്ല താഴത്ത് എവിടെ ഇങ്ങോട്ട് പോരെ മേലക്ക് പോയി. അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. മദ്രസ 2-3 ദിവസം അവധിയാണല്ലോ, ചൂട് കാരണം മദ്രസ 2-3 ദിവസം അവധിയായാണ് ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അല്ലെങ്കിലും വയ്യാതെ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ തലേൻ്റെ മുകളിലൊക്കെ ഫുള്ള് ഈ കുരു പോലെ പൊന്തിക്കിട്ടെ, ഈ ചൂട് താങ്ങാൻ പറ്റാത്ത കാരണം കഴുത്തിൻ്റെ അവിടെ മൊത്തം തല, നമുക്ക് ഏത് ഭാഗത്തും തല വെച്ച് കെടുക്കാൻ പറ്റണില്ല കേട്ടോ. ആ ഒരു രീതിയിൽ തല മൊത്തം വേദനയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, എങ്ങനെ മദ്രസ ലീവാക്കിയിട്ട് ഇങ്ങോട്ട് വരികയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് 2-3 ദിവസം മദ്രസ ലീവാണെന്ന് കേട്ടത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് പോകുന്നുട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഡോക്ടറൊക്കെ കാണിച്ചു കിട്ടാ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻറ്റിബയോട്ടിക് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ഒരു 9 ദിവസത്തിന് ആൻറ്റിബയോട്ടിക് എഴുതി തന്നിട്ടുണ്ട്. പിന്നെ കഴുത്തിലൊരു മുഴ പോലിട്ടുണ്ട്. അത് 9 ദിവസത്തിന് ഗുളികൊക്കെ തന്നിട്ടുണ്ട്. ഭേദമില്ലെങ്കിൽ സർജൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശരീരം മൊത്തം വേദനയുണ്ട്, തണ്ടൽ വേദന ഒരു വഴി, കൈയും കാലും കടച്ചിൽ മൊത്തം. ഈ ചൂടായതുകൊണ്ട് എല്ലാവർക്കും അസുഖങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെ എന്തായാലും അസുഖങ്ങളൊക്കെ പടച്ചം പെട്ടെന്ന് മാറ്റി തരട്ടെ അല്ലേ. പിന്നെ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിട്ട്, ഞാൻ രാവിലെ തിരുമ്പാളതൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പും പൊടി ഇടായിരുന്നു. സോപ്പും പൊടി ഇടുന്ന ബക്കറ്റ് ഇങ്ങനെ തുറക്കണ സമയത്ത് ഇങ്ങനെ ഒരു കയറ് ഇങ്ങനെ വലിയണ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടാ. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും നോക്കിയിട്ട് ഇവിടുന്നപ്പോൾ കയറ് ഇതാവണ സൗണ്ട് വെച്ചിട്ട് നോക്കിയിട്ടാ. അപ്പം നോക്കുമ്പോൾ വലിയ വാഷിംഗ് മെഷീൻ്റെ അവിടെ ഇങ്ങനെ മേലെ വലിയൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ കക്കുണ്ടാക്കി ഇടണത്ത വലിയ പൈപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൻ്റെ വീടിൻ്റെ ഓണറുടെ ആയിട്ടാണ് തോന്നിട്ടത്. അപ്പോൾ അയാളത് കുറേ കാലമായത് അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ മേപ്പിട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ വലിയൊരു പാമ്പ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊക്കെ ഞാൻ അവിടെ ബക്കറ്റ് സോമ്പൊടി ബക്കറ്റൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിയിട്ടാണ്, മാന്ന് വിളിച്ചിട്ട് ഓടിയിട്ട്. എനിക്ക് ഈ സംഭവത്തിന് ഏറ്റവും ഒരു പേടിയുള്ള കള്ളന്മാരെ ഇതൊക്കെ ഒരു പേടിയില്ല, പക്ഷെ ഇങ്ങനത്തെ ജന്തുക്കളിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. അമ്മക്കും ഭയങ്കര പേടിക്കും പേടിയായിട്ടാ. ഇവിടെ ആങ്ങളുടെ മൂത്ത മോൾക്ക് അത്ര പേടിയില്ല കേട്ടാ. അവള് അതിൻ്റെ അടുത്തൊക്കെ അങ്ങനെ പോവുകയോ ചെയ്തിട്ട് ഇതിന് മുന്നൊരു വട്ടം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബാത്റൂമിൻ്റെ അവിടെ. അപ്പോൾ അവൾക്ക് അത്ര പേടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇന്നാണെങ്കിൽ ഓൾ ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞാൻ ഉമ്മാന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് അടുക്കള ഭാഗത്തേക്ക് ഓടിയിട്ടാ. അപ്പോൾ ഉമ്മ അപ്പുറത്ത് കൂടെ ഓടി വന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അതിന് എവിടെയും കാണാനില്ലേ. കുറേ സ്ഥലത്ത് നോക്കി. ഞങ്ങൾ റോട്ടിലിറങ്ങി 2-3 ആൾക്കാരൊക്കെ വന്നിട്ട് അവരും അവിടെയുള്ള അലകും സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് നോക്കി, അതിനെ കണ്ടില്ല കേട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് വീണ്ടും ചായ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഉമ്മ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കള കയറിയിട്ട് ഉമ്മ ഇങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വേലൊക്കെ ഇങ്ങനെ വീശിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും സംഭവം കണ്ടാൽ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ നോക്കണ സമയത്ത് എൻ്റെ ഓടിൻ്റെ അടുക്കളയത്തെ ഓടിൻ്റെ ആ മൂലോടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഉമ്മയോട് അതാന്ന് പറയുമ്പോൾ ഉമ്മ ചായ കൂടെ ഇട്ട് ഓടി. അങ്ങനെ ഞങ്ങൾ അപ്പോഴത്തെ ഒരവസ്ഥ നമ്മളിപ്പോൾ ചിരിച്ചിട്ടൊക്കെ പറയണം. അപ്പോൾ ഭയങ്കര പേടിയായിട്ട് ഈ സംഭവം കാണുമ്പോൾ. ഇപ്പോൾ ഈ ചൂട് കാരണം നമ്മളെല്ലാവരും ജനലും വാതിലൊക്കെ ഇങ്ങനെ തുറന്നിടല്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചുറ്റോറും പുല്ലും ഇതൊക്കെ ഉള്ളതല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെയെങ്കിലും കയറി വന്നതാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓടി. ആ ഓടുന്ന സമയത്ത് മിന്നു അവിടെ നിന്നിട്ട് ടോർച്ച് അടിച്ചിട്ട് മിന്നിനോട് ഉമ്മ പറഞ്ഞ് അത് എവിടേക്കാ പോകണമെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് നിന്നിട്ട് വാതിൻ്റെ അടുത്ത് നിന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് കൂടെ ആ സൈഡിൽ ഞങ്ങൾ നിന്ന്. അതുകൊണ്ട് ഉമ്മ റോട്ടിൽ പോയിട്ട് 2 ആൾക്കാരെ വിളിച്ചു കൊടുത്തിട്ട് കേട്ടോ. അവർ വന്നിട്ട് അതിനെ അടുക്കളയിൽ നിന്ന് കുത്തിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കിയിട്ട് അത് വീണ്ടും ഈ വാഷിംഗ് മെഷീൻ്റെ ഈ സൈഡിലേക്ക് തന്നെ വന്നിട്ട് അയാൾ അവിടുന്ന് വടി എടുത്തിട്ട് അടിക്കാൻ നോക്കുമ്പോൾ ചാടി ഓടിപ്പോയിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞ പേടിക്കാണൊന്നുമില്ല, ചേരയാണെന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ചേരയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയില്ല, അത് കാണുമ്പോൾ അങ്ങനെ ആകെ പേടിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി സംഭവം നമുക്കിത് നമ്മളെന്തെങ്കിലും കണ്ട നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കുമല്ലോ. പോരാത്ത ഇപ്പോഴത്തെ ഈ ചൂട് തന്നെ പൊതുവെ താങ്ങാൻ പറ്റില്ല, മനുഷ്യന്മാർക്കാണ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഇഴജന്തുക്കൾക്ക് തീരും പറ്റൂല എന്ന് പറഞ്ഞ പോലെ അവർ നമ്മളെ എവിടെയെങ്കിലും ജനലും വാതിലൊക്കെ തുറന്നിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ. ജനലും വാതിലൊക്കെ തുറന്നിടുമ്പോൾ അവർ ഈ തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കും. ഇപ്പം എല്ലായിടും ചൂടല്ലേ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഈ ചൂട് കാരണം നമ്മൾ ജനലൊക്കെ തുറന്നിടും കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. കട്ടിൻ്റെ അടിയിൽ എല്ലാ സ്ഥലത്തും നോക്കിക്കോളൂ. എന്തെങ്കിലും ആയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
നമുക്ക് എന്തൊരു അനുഭവം ഉണ്ട്. ഈ ഓടിൻ്റെ ഇങ്ങനത്തെ വീടാകുമ്പോൾ ഭയങ്കര പേടിയായിട്ടാണ്. ഈ ഓടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ ഈ ചൂട് കാരണം തന്നെ നമുക്ക് സത്യം പറഞ്ഞപ്പോൾ ഒരു സ്വസ്ഥതയില്ല. രാത്രി ഉറങ്ങാനും വയ്യ, കറണ്ട് പോക്കും. ഈ നമ്മളെ നല്ല ഉറക്കം പിടിക്കുന്ന സമയത്താണ് 12:30 നേരത്താണ് ഈ കറണ്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് പോയ അരമണിക്കൂറിൻ്റെ വരുന്നത്, പിന്നെ 1 മണി നേരത്തൊക്കെയാണ് കറണ്ട് വരുന്നത്. അതുവരെ നമ്മളെ ഉറക്കം പോയി. ചൂട് കാരണം നമുക്ക് എടുക്കാൻ ഇതിനൊന്നും പറ്റാത്തൊരവസ്ഥ. ശരീരം മൊത്തമാണെങ്കിൽ നമുക്ക് ചൂടുകുരു കുഴപ്പമില്ല, പക്ഷേ ഈ വലിയ വലിയ കുരുകളും മുഴ പോലെയൊക്കെ ഉണ്ട് എൻ്റെ തലയിലുമ്പോൾ ഫുള്ള് വന്നിട്ടുള്ളത്. എന്തായാലും പഠിച്ചോമേ മാറ്റി തരട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള വീണ്ടും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാനിന്ന് ഉമ്മാനെ കൂടെ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഉമ്മാക്കും കാണിക്കാണ്ടായിരുന്നു, പിണ്ടിയും കാണിക്കാണ്ടായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞാറ്റി ഉണ്ടായിരുന്നു, അവർക്ക് ചുമ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒന്ന് നമ്മളൊരു സബ്സ്ക്രൈബിനെ താത്താനെ കണ്ടിട്ടാ സബ്സ്ക്രൈബ്. അപ്പം അത് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതൊരു